ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരമായ വാർത്തകളാണ് റഫേൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നുമൊക്കെ പുറത്തുവരുന്നത്. അറബ് രാഷ്ട്ര നേതാക്കളടക്കം യുദ്ധം അവസാനിപ്പിക്കാനായി നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടെ റഫേലിലെ ക്രൂരതകൾ അവസാനിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലടക്കം പ്രചാരണം വ്യാപകമായി. ഓൾ ഐസ് ഓൺ റഫ എന്ന ഹാഷ്ടാഗിൽ നിരവധി പ്രമുഖരാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിന്റെ പങ്കാളികളായത്. സുരക്ഷിത മേഖലകളായി ഇസ്രായേൽ പ്രഖ്യാപിച്ച റഫയ്ക്കും അൽ മവാസിക്കും സമീപത്തുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരുമുൾപ്പെടെ നിരവധി പേർ ഇരകളായി. മെയ് 26-ന് റഫേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 45 പലസ്തീൻ അഭയാർത്ഥികൾ വെന്തുമരിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹു സർക്കാരിനെതിരെ പ്രതിഷേധം രൂക്ഷമായത്. പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാത്തവർ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിന്റെ ഭാഗമാണ്. ലോകാരോഗ്യ സംഘടനയുടെ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളുടെയും ഓഫീസ് ഡയറക്ടർ റീക് പീപ്പർകോൺ ഉപയോഗിച്ച വാക്കാണ് ഓൾ ഐസ് ഓൺ റഫ. തുടർന്ന് ഈ വാക്ക് വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു. അതിനിടെ യുദ്ധം ഉടൻ തീർക്കില്ലെന്നും 7 മാസത്തിലധികം യുദ്ധം നീണ്ടു നിൽക്കുമെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇക്കാലം കൊണ്ട് പലസ്തീനെ പൂർണ്ണമായും തങ്ങൾക്ക് കീഴിലാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് വ്യക്തം. ഇതിനിടെ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഒരു ബഫർ സോൺ പിടിച്ചെടുത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഈജിപ്തുമായുള്ള ഗാസയുടെ ഏക അതിർത്തിയിലുള്ള 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണം നേടിയതായി ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഗാസ മുനമ്പിലെ 2.3 ദശലക്ഷം ജനങ്ങളിൽ പകുതിയും അഭയം പ്രാപിച്ചത് തെക്കൻ ഗാസ നഗരത്തിലാണ്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിട്ടും ഇസ്രായേൽ സൈന്യം റാഫയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം തുടരുകയാണ്. ഗാസ ഈജിപ്ത് അതിർത്തി പിടിച്ചെടുക്കുന്നതിന് മുൻപ് ഇസ്രായേൽ സ്ട്രിപ്പിന്റെ ഏക കര അതിർത്തി നേരിട്ട് നിയന്ത്രിച്ചിരുന്നില്ല. ഫിലാഡൽഫിക് കോറിഡോർ വഴിയാണ് ഹമാസ് ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസവും റാഫയുടെ മധ്യഭാഗത്ത് ഇസ്രായേൽ യുദ്ധ ടാങ്കുകൾ പ്രവേശിച്ചിരുന്നു. 1 മാസത്തോളമായി റഫേൽ കരയുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്ര ഉള്ളിലേക്ക് സൈന്യം പ്രവേശിച്ചത്. മധ്യ റഫേലെ അൽ അവ്ദ പള്ളിക്ക് സമീപത്തും പടിഞ്ഞാറൻ റഫേലെ സുറൂഖ് കുന്നിലും ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിച്ചു. കിഴക്കൻ ഗാസ നഗരത്തിന്റെ മധ്യഭാഗങ്ങൾ, ഗാസ ഈജിപ്ത് അതിർത്തി എന്നിവിടങ്ങളിൽ ടാങ്കുകൾ സർവ്വസജ്ജമാണ്. സുറൂബിൽ ഹമാസുകാരും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ശക്തമായ വെടിവെപ്പും ഏറ്റുമുട്ടലും നടക്കുന്നുണ്ട്. ഇതിനിടെ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36,096 ആയി.